നമസ്കാരം. ഇന്ത്യക്കാർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ബസാൾട്ട് കൂപ്പെ SUVയുടെ വില പ്രഖ്യാപിച്ചിരിക്കുകയാണ് സിട്രൺ. ടാറ്റ കർവുമായി മുഖാമുഖം പായറ്റാൻ ഇറങ്ങുമെന്ന് വിചാരിച്ച മോഡൽ മാരുതിയുടെ ടോപ്പ് സെല്ലിംഗ് കാറുകളിൽ ഒന്നായ ഫ്രോങ്സിനിട്ടും പണി കൊടുത്താണ് വില നിശ്ചയിച്ചിരിക്കുന്നത്. വെറും 7,99,000 രൂപയുടെ പ്രാരംഭ വിലയിലാണ് പാവങ്ങളുടെ ഉറൂസ് എന്ന വിളിപ്പേരുള്ള ബസാൾട്ട് വിപണിയിലേക്ക് എത്തുന്നത്. പ്രീമിയം ഹാഷ്ബാക്കുകളുടെയും മൈക്രോ കോമ്പാക്ട് SUVകളുടെയും വിൽപ്പന പിടിക്കാനുള്ള വില നിർണ്ണയം പല ബ്രാൻഡുകളുടെയും ഉറക്കം കെടുത്തുമെന്ന് നിസ്സംശയം പറയാം. 7,99,000 എന്നത് ലോഞ്ചിനോട് അനുബന്ധിച്ചുള്ള പ്രത്യേക വിലയാണെന്നും സിട്രൺ പ്രത്യേകം പറയുന്നുണ്ട്. 2024 ഒക്ടോബർ 31 വരെ വാഹനം ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ പുതിയ പ്രാരംഭ വില സാധുതയുള്ളൂ. ഫ്രഞ്ച് വാഹന നിർമ്മാതാക്കളായ സിട്രണിൻ്റെ രാജ്യത്തെ അംഗീകൃത ഡീലർഷിപ്പുകളിൽ ഉടനീളം 11,001 രൂപ ടോക്കൺ നൽകി കൂപ്പെ SUV ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. മുൻപ് തിരഞ്ഞെടുത്ത ഔട്ട്ലെറ്റുകളിൽ മുൻകൂട്ടി ബുക്കിംഗ് ആരംഭിച്ചിരുന്നു. മാസ് മാർക്കറ്റ് സെഗ്മെന്റിലെ ആദ്യത്തെ ഇന്റർണൽ കമ്പഷൻ എഞ്ചിൻ, അതായത് ICE എഞ്ചിൻ വരുന്ന കൂപ്പെ SUVയാണ് ബസാൾട്ട്. ഇലക്ട്രിക് കുപ്പായമാണ് ഇതിനകം പുറത്തിറക്കിയ ടാറ്റ കർവ് EV വന്നതിന് തൊട്ടടുത്ത ദിവസമാണ് സിട്രൺ ബസാൾട്ടിൻ്റെ വിലയും പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ സെപ്റ്റംബർ 2-ന് കർവ് ICE പതിപ്പുകളുടെ വില ടാറ്റ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. എന്തായാലും 10 ലക്ഷത്തിന് മുകളിലായിരിക്കും ഇതിൻ്റെ വിലയെന്ന ഉറപ്പാണ്. അത് ബസാൾട്ടിന് നേട്ടമാകുമെന്നതിൽ സംശയമൊന്നും വേണ്ട. 2021 ഇന്ത്യയിൽ അരങ്ങേറ്റം കുറിച്ച സിട്രണിൻ്റെ 5ാമത്തെ വാഹനമാണ് ബസാൾട്ട്. C5 എയർക്രോസ്, C3 EC3, C3 എയർക്രോസ് എന്നിവയ്ക്ക് ആഭ്യന്തര വിപണിയിൽ കാര്യമായ ഓളം സൃഷ്ടിക്കാനായില്ല എങ്കിലും കൂപ്പെ SUV കമ്പനിയുടെ തലവര തന്നെ മാറ്റുമെന്നാണ് അനുമാനിക്കേണ്ടത്. അഡ്വാൻസ് ബുക്കിംഗ് എല്ലാം തന്നെ അത്തരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗംഭീര ഫീച്ചറുകളും പുതിയ സ്റ്റൈലിങ്ങും ആളുകളെ ഇതിനോടകം തന്നെ ആകർഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന വില കൂടിയാകുമ്പോൾ സംഗതി ആളുകളെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് ടെർബോ പെട്രോൾ എന്നിങ്ങനെ 2 എഞ്ചിൻ ഓപ്ഷനുകളുമായിട്ടാണ് സിട്രൺ ബസാൾട്ട് വിപണിയിലേക്ക് എത്തുന്നത്. ബേസ് മോഡലുകളിലെ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിന് 80 bhp കരുത്തിൽ പരമാവധി 115 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുണ്ട്. 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ മാത്രമായിരിക്കും ഇതിലുണ്ടാവുക. മറുവശത്ത് 6 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക്കുമായി ജോഡിയാക്കിയിരിക്കുന്ന 1.2 ലിറ്റർ 3 സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിന് 109 bhp പവർ വരെ വികസിപ്പിക്കാൻ സാധിക്കും. മാനുവൽ പതിപ്പിന് ടോർക്ക് 190 Nm കിട്ടുമ്പോൾ ബസാൾട്ട് ഓട്ടോമാറ്റിക്കിന് 205 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനാകുമെന്നാണ് സിട്രൺ പറയുന്നത്. മൈലേജിൻ്റെ കാര്യത്തിലായാലും ബസാൾട്ട് ആരെയും മോഹിപ്പിക്കും വിധമാണ് ഒരുക്കിയിരിക്കുന്നത്. സിട്രൺ കൂപ്പെ SUVയുടെ 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് മോഡലിൽ 18 കിലോമീറ്റർ ഇന്ധനക്ഷമതയാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതേസമയം 1.2 ലിറ്റർ ടെർബോ പെട്രോൾ മാനുവൽ 19.5 കിലോമീറ്റർ നൽകുന്നുണ്ട് മൈലേജ്. ഇനി ടർബോ പെട്രോൾ ഓട്ടോമാറ്റിക്കിലേക്ക് നോക്കിയാൽ ലിറ്ററിന് 18.7 കിലോമീറ്റർ ഇന്ധനക്ഷമത വരെ നൽകാൻ ബസാൾട്ടിന് സാധിക്കുമെന്നതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി ഇതിൻ്റെ ഡിസൈൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ആളല്പം പരിഷ്കാരിയാണ്, അല്ലെങ്കിൽ ചുള്ളനാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിനോടകം തന്നെ ഏവരും അത് മനസ്സിലാക്കിയതുമാണ്. C3 എയർക്രോസിനെ അടിസ്ഥാനമാക്കിയാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് എങ്കിലും അതുല്യമായ സ്ലോപ്പിംഗ് റൂഫ് ലൈൻ, പുതിയ അലോയ് വീലുകൾ, പുനർരൂപകൽപ്പന ചെയ്ത LED ടൈൽ ലാമ്പുകൾ, ചങ്കി ഡ്യുവൽ ടോൺ റിയർ ബമ്പർ എന്നിവയാണ് കൂപ്പെ SUVയെ മനോഹരമാക്കുന്നത്. പോളാർ വൈറ്റ്, സ്റ്റീൽ ഗ്രേ, പ്ലാറ്റിനം ഗ്രേ, കോസ്മോ ബ്ലൂ, ഗാനറ്റ് റെഡ് എന്നിങ്ങനെ 5 മോണോടോൺ കളർ ഓപ്ഷനുകളിലാണ് ബസാൾട്ട് ലഭ്യമാകുന്നത്. വൈറ്റ്, റെഡ് ഓപ്ഷനുകൾക്ക് കോൺട്രാസ്റ്റ് ബ്ലാക്ക് റൂഫ് വരുന്ന ഡ്യുവൽ ടോൺ നിറങ്ങളും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഫീച്ചറുകളുടെ കാര്യത്തിലും യാതൊരു കുറവും വരുത്താതെയാണ് സിട്രൺ ഈ ഒരു ബസാൾട്ടിനെ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. LED പ്രൊജക്ടർ ഹെഡ് ലാമ്പുകൾ, 16 ഇഞ്ച് അലോയ് വീലുകൾ, റാപ്പ് റൗണ്ട് ടെയിൽ ലൈറ്റുകൾ, റിയർ AC വെന്റുകൾ, അഡ്ജസ്റ്റബിൾ തൈ സപ്പോർട്ട്, വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയുള്ള 10.25 ഇഞ്ച് ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമും ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും കൂപ്പെ SUVയെ മികച്ചതാക്കാൻ എത്തിയിട്ടുണ്ട്. സുരക്ഷയുടെ കാര്യത്തിലും ആള് ചില്ലറക്കാരനല്ല. കൂപ്പെ SUVയിൽ 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി തന്നെ ലഭിക്കുന്നുണ്ട്. പോരാത്തതിന് ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, അതായത് ESC, പാർക്കിംഗ് സെൻസറുകളുള്ള പാർക്കിംഗ് ക്യാമറ, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം എന്നിവയെല്ലാമാണ് സിട്രൺ ബസാൾട്ടിനെ സേഫ് ആക്കാനായി എത്തിയിരിക്കുന്നത്. ടാറ്റ കർവ്, മാരുതി ഫ്രോങ്സ് പോലുള്ള എതിരാളികൾക്ക് പുറമെ മിഡ് സൈസ് SUVകളുമായി മുട്ടാനും വാഹനത്തിന് സാധിക്കുന്നതാണ്.